ഹലോ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. ഇത് റവ ടൈപ്പ് ഫിഷ് ഫ്രൈ ആണിത്. ഗോവയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ഗോവൻ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. ഇതിന് വേണ്ട നമ്മൾ ഒരു അര സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. നമ്മൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് നിറച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി, വെള്ളുള്ളി, ഉപ്പ്, മല്ലിയില, പുതിനയില ഇതൊക്കെയാണ് വേണ്ടത്. പിന്നീട് നമ്മളതിൻ്റെ കൂടെ 2 മുളകും കൂടി വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഈ ഗോവയിൽ ഈ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് ഗോവയിലെ ബീച്ച് അല്ലെങ്കിൽ ഫെനി അതേപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോവൻ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ആവോലി മുള്ളൻ അല്ലെങ്കിൽ സീഡി മുള്ളൻ എന്നൊക്കെ പറയും. ചില സ്ഥലത്ത് ഇതിന് ആനച്ചവിട്ടി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുക എന്നുള്ളത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തുള്ള ഈ പേസ്റ്റ് എല്ലാം കൂടി നമ്മൾ ഒന്ന് ഇതിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. നമ്മളെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനൊരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്നു, അതിൽ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വറുത്ത് വെച്ചിട്ടുള്ള ആശീർവാദിന റവയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വറുത്തിട്ടുള്ള റവ നമ്മൾ ഇത് ഡബിൾ റോസ്റ്റഡ് റവയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു റവ നോക്കിയിട്ട് എടുക്കുക. നമ്മളതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. അവർ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടുക. ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളുടെ ഈ റവയിൽ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ ഫിഷ് എടുത്തിട്ട് പാനിലിട്ട് കൊടുക്കുക. അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് 2 സൈഡൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോവാതെ നോക്കുക. നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് പാകമായി കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക.